പ്രശസ്തിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മളുടെ പല താരങ്ങൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. ആഗ്രഹിച്ച വേഷങ്ങൾ കിട്ടാതെ വന്നപ്പോൾ കിട്ടിയ വേഷങ്ങൾ അഭിനയിച്ചവർ. അതിൽ ചൂടൻ രംഗങ്ങൾ കുത്തിനിറച്ച് ഒരു വിഭാഗം പ്രേക്ഷകരെ മാത്രം ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന ബി ഗ്രേഡ് ചിത്രങ്ങളും പെടും. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്ന ചില പ്രമുഖ താരങ്ങൾ. സുരേഷ് ഗോപി. സിൽക്ക് സ്മിത നായികയായി 1989 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മിസ് പമീല. ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട റോളിൽ ഇന്നത്തെ സൂപ്പർ താരം സുരേഷ് ഗോപിയും അഭിനയിച്ചിരുന്നു. സുരേഷ് ഗോപി താരപദവിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് ചെയ്ത ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിൽ നായകനായി എത്തിയത് ഇന്നസെന്റ് ആയിരുന്നു. ക്യാപ്റ്റൻ രാജു ഉൾപ്പെടെ പല പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ. 1993 ഷാരൂഖ് ഖാൻ നായകനായെത്തിയ ബി ഗ്രേഡ് ചിത്രമായിരുന്നു മായ മേസാബ്. ഷാരൂഖ് പ്രശസ്തിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് ചെയ്ത ചിത്രമായിരുന്നു ഇത്. ഷാരൂഖും ദീപ സാഹിയും തമ്മിലുള്ള ചൂടൻ രംഗങ്ങൾ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ്. അമിതാഭ് ബച്ചൻ കരിയറിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ബൂം. അനേകം ചൂടൻ രംഗങ്ങളിലുള്ള ബൂമിൽ അഭിനയിച്ചതിന് അമിതാഭ് ഏറെ വിമർശനങ്ങൾക്ക് വിധേയനായി. ബൂം എന്ന ബി ഗ്രേഡ് ചിത്രത്തിലൂടെയാണ് കത്രീന ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് പ്രശസ്തിയിലേക്ക് ഉയർന്നപ്പോൾ താൻ ബൂമിൽ അഭിനയിച്ചത് തനിക്ക് പറ്റിയ പിഴവാണെന്നും കത്രീന പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബോളിവുഡിലെ ഏറ്റവും വിലയേറിയ താരങ്ങളിൽ ഒരാളാണ് കത്രീന കൈഫ്. അമല പോൾ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യയിലെ ഒന്നാം നിര നായികമാരുടെ പട്ടികയിൽ കയറിപ്പറ്റിയ താരമാണ് അമല പോൾ. നടി അമല പോളിന്റെ ആദ്യത്തെ ചിത്രവും ഒരു ബി ഗ്രേഡ് മൂവിയായിരുന്നു. സിന്ധു സമലവേലി എന്ന തമിഴ് ചിത്രത്തിലായിരുന്നു അമല പോൾ ആദ്യമായി അഭിനയിച്ചത്. അമ്മായച്ചനും മരുമകളും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തിന്റെ കഥ പറഞ്ഞ ചിത്രം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഉയിർ, മൃഗം എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ സ്വാമിയായിരുന്നു ഈ ചിത്രവും സംവിധാനം ചെയ്തത്. പത്മപ്രിയ. നടി പത്മപ്രിയ ആരാധകരെ ഞെട്ടിച്ച ചിത്രമായിരുന്നു മൃഗം. തമിഴകത്തെ വിവാദ സംവിധായകൻ സ്വാമി തന്നെയായിരുന്നു ഈ ചിത്രവും സംവിധാനം ചെയ്തത്. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ സംവിധായകനുമായുണ്ടായ വാക്കുതർക്കങ്ങളും അന്ന് വാർത്തയായിരുന്നു. മലയാളത്തിൽ കൂടുതൽ ചിത്രങ്ങളിലും ഗ്ലാമറസ് അല്ലാത്ത വേഷങ്ങളിലെത്തിയ പത്മപ്രിയയുടെ ചൂടൻ രംഗങ്ങൾ ഞെട്ടലോടെയായിരുന്നു മലയാള സിനിമാ ലോകം നോക്കിക്കണ്ടത്. പരുൾ യാദവ്. കൃത്യം എന്ന പൃഥ്വിരാജ് ചിത്രത്തിലൂടെയാണ് പരുൾ യാദവ് മലയാള സിനിമയിലെത്തുന്നത്. പിന്നീട് സുരേഷ് ഗോപി നായകനായ ബ്ലാക്ക് ഡാലിയിലും അഭിനയിച്ചിരുന്നു. ഇവരെ കൂടാതെ ധനുഷ് ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ താരങ്ങളുടെ നായികയായി അഭിനയിച്ച് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് 2000 പുറത്തിറങ്ങിയ മേരെ ആഘോഷേൻ എന്ന ബി ഗ്രേഡ് ചിത്രത്തിലും പരുൾ അഭിനയിച്ചിരുന്നു. ഭീമൻ രഘു. 1988 പുറത്തിറങ്ങിയ ഭീകരൻ എന്ന ചിത്രത്തിൽ നായകൻ ഭീമൻ രഘു ആയിരുന്നു. ബി ഗ്രേഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയിരുന്നു. ശങ്കർ. 80കളിലെ സൂപ്പർ താരം ശങ്കർ ഒരു ബി ഗ്രേഡ് സിനിമയിൽ അഭിനയിക്കുന്നു എന്ന വാർത്ത ഞെട്ടലോടെയാണ് മലയാള ചലച്ചിത്ര ലോകം വരവേറ്റത്. 2000 പുറത്തിറങ്ങിയ മധുരം എന്ന ബി ഗ്രേഡ് ചിത്രത്തിൽ നായകനായിരുന്നു ശങ്കർ എത്തിയത്. ഒരുപാട് ചൂടൻ രംഗങ്ങൾ ചിത്രത്തിലുണ്ടെങ്കിലും ചിത്രത്തിലെ അത്തരം രംഗങ്ങളിൽ ശങ്കർ അഭിനയിച്ചിരുന്നില്ല. ചാർമിള. മോഹൻലാലിന്റെ നായികയായി വെള്ളിത്തിരയിലെത്തിയ താരമായിരുന്നു ചാർമിള. പിന്നീട് പല പ്രമുഖ താരങ്ങളിലെ നായികയായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി മാറിയ താരം. പെട്ടെന്നായിരുന്നു ചാർമിളയ്ക്ക് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞത്. മുഖ്യധാരാ സിനിമകളിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ട് കരിയറിന് ഫുൾ സ്റ്റോപ്പായി നിൽക്കുമ്പോഴായിരുന്നു മധുരം എന്ന ബി ഗ്രേഡ് ചിത്രത്തിൽ നായികയായി എത്തിയത്. കലാഭവൻ പ്രജോദ്. 2000 പുറത്തിറങ്ങിയ കാതര എന്ന ബി ഗ്രേഡ് ചിത്രത്തിൽ നായകനായി എത്തിയത് കലാഭവൻ പ്രജോദ് ആയിരുന്നു. മിമിക്രിയിലൂടെയും TV ഷോകളിലൂടെയും പ്രശസ്തിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് പ്രജോദ് അഭിനയിച്ച ചിത്രമായിരുന്നു കാതര. ചിത്രത്തിൽ ഷക്കീലയും അഭിനയിച്ചിരുന്നു. ഒരു ഹാസ്യ കഥാപാത്രമായി പ്രമുഖ താരം കൊച്ചുപ്രേമനും വേഷമിട്ടു. കൂട്ടിക്കൽ ജയചന്ദ്രൻ. ഷക്കീല നായികയായി എത്തിയ ചിത്രത്തിൽ തന്നെയായിരുന്നു കൂട്ടിക്കൽ ജയചന്ദ്രനും അഭിനയിച്ചത്. ചിരിക്കുടുക്ക, തിലകം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അവസരങ്ങൾ തേടിയെത്താതിരുന്നപ്പോഴായിരുന്നു താരം ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. സലിം കുമാർ. മറ്റ് പല മിമിക്രി താരങ്ങളെയും പോലെ തന്നെ പ്രശസ്തിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് സലിം കുമാറും ബി ഗ്രേഡ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 1998 പുറത്തിറങ്ങിയ ഷക്കീല ചിത്രമായ കിന്നാരത്തുമ്പികളിൽ സലിം കുമാറും ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അക്കാലത്ത് പുറത്തിറങ്ങിയ മുഖ്യധാര സിനിമകളിലെ കളക്ഷനെ വരെ ബാധിച്ച ചിത്രമായിരുന്നു കിന്നാരത്തുമ്പികൾ. സുരേഷ് ഗോപി. സിൽക്ക് സ്മിത നായികയായി 1989 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മിസ് പമീല. ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട റോളിൽ ഇന്നത്തെ സൂപ്പർ താരം സുരേഷ് ഗോപിയും അഭിനയിച്ചിരുന്നു. സുരേഷ് ഗോപി താരപദവിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് ചെയ്ത ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിൽ നായകനായി എത്തിയത് ഇന്നസെന്റ് ആയിരുന്നു. ക്യാപ്റ്റൻ രാജു ഉൾപ്പെടെ പല പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ. 1993 ഷാരൂഖ് ഖാൻ നായകനായെത്തിയ ബി ഗ്രേഡ് ചിത്രമായിരുന്നു മായ മേസാബ്. ഷാരൂഖ് പ്രശസ്തിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് ചെയ്ത ചിത്രമായിരുന്നു ഇത്. ഷാരൂഖും ദീപ സാഹിയും തമ്മിലുള്ള ചൂടൻ രംഗങ്ങൾ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ്.
അമിതാഭ് ബച്ചൻ കരിയറിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ബൂം. അനേകം ചൂടൻ രംഗങ്ങളിലുള്ള ബൂമിൽ അഭിനയിച്ചതിന് അമിതാഭ് ഏറെ വിമർശനങ്ങൾക്ക് വിധേയനായി. ബൂം എന്ന ബി ഗ്രേഡ് ചിത്രത്തിലൂടെയാണ് കത്രീന ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് പ്രശസ്തിയിലേക്ക് ഉയർന്നപ്പോൾ താൻ ബൂമിൽ അഭിനയിച്ചത് തനിക്ക് പറ്റിയ പിഴവാണെന്നും കത്രീന പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബോളിവുഡിലെ ഏറ്റവും വിലയേറിയ താരങ്ങളിൽ ഒരാളാണ് കത്രീന കൈഫ്. അമല പോൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യയിലെ ഒന്നാം നിര നായികമാരുടെ പട്ടികയിൽ കയറിപ്പറ്റിയ താരമാണ് അമല പോൾ. നടി അമല പോളിന്റെ ആദ്യത്തെ ചിത്രവും ഒരു ബി ഗ്രേഡ് മൂവിയായിരുന്നു. സിന്ധു സമലവേലി എന്ന തമിഴ് ചിത്രത്തിലായിരുന്നു അമല പോൾ ആദ്യമായി അഭിനയിച്ചത്. അമ്മായച്ചനും മരുമകളും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തിന്റെ കഥ പറഞ്ഞ ചിത്രം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഉയിർ, മൃഗം എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ സ്വാമിയായിരുന്നു ഈ ചിത്രവും സംവിധാനം ചെയ്തത്. നടി പത്മപ്രിയ ആരാധകരെ ഞെട്ടിച്ച ചിത്രമായിരുന്നു മൃഗം. തമിഴകത്തെ വിവാദ സംവിധായകൻ സ്വാമി തന്നെയായിരുന്നു ഈ ചിത്രവും സംവിധാനം ചെയ്തത്. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ സംവിധായകനുമായുണ്ടായ വാക്കുതർക്കങ്ങളും അന്ന് വാർത്തയായിരുന്നു. മലയാളത്തിൽ കൂടുതൽ ചിത്രങ്ങളിലും ഗ്ലാമറസ് അല്ലാത്ത വേഷങ്ങളിലെത്തിയ പത്മപ്രിയയുടെ ചൂടൻ രംഗങ്ങൾ ഞെട്ടലോടെയായിരുന്നു മലയാള സിനിമാ ലോകം നോക്കിക്കണ്ടത്. പരുൾ യാദവ്. കൃത്യം എന്ന പൃഥ്വിരാജ് ചിത്രത്തിലൂടെയാണ് പരുൾ യാദവ് മലയാള സിനിമയിലെത്തുന്നത്. പിന്നീട് സുരേഷ് ഗോപി നായകനായ ബ്ലാക്ക് ഡാലിയിലും അഭിനയിച്ചിരുന്നു. ഇവരെ കൂടാതെ ധനുഷ് ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ താരങ്ങളുടെ നായികയായി അഭിനയിച്ച് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് 2000 പുറത്തിറങ്ങിയ മേരെ ആഘോഷേൻ എന്ന ബി ഗ്രേഡ് ചിത്രത്തിലും പരുൾ അഭിനയിച്ചിരുന്നു. ഭീമൻ രഘു. 1988 പുറത്തിറങ്ങിയ ഭീകരൻ എന്ന ചിത്രത്തിൽ നായകൻ ഭീമൻ രഘു ആയിരുന്നു. ബി ഗ്രേഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയിരുന്നു. ശങ്കർ. 80കളിലെ സൂപ്പർ താരം ശങ്കർ ഒരു ബി ഗ്രേഡ് സിനിമയിൽ അഭിനയിക്കുന്നു എന്ന വാർത്ത ഞെട്ടലോടെയാണ് മലയാള ചലച്ചിത്ര ലോകം വരവേറ്റത്. 2000 പുറത്തിറങ്ങിയ മധുരം എന്ന ബി ഗ്രേഡ് ചിത്രത്തിൽ നായകനായിരുന്നു ശങ്കർ എത്തിയത്. ഒരുപാട് ചൂടൻ രംഗങ്ങൾ ചിത്രത്തിലുണ്ടെങ്കിലും ചിത്രത്തിലെ അത്തരം രംഗങ്ങളിൽ ശങ്കർ അഭിനയിച്ചിരുന്നില്ല. ചാർമിള. മോഹൻലാലിന്റെ നായികയായി വെള്ളിത്തിരയിലെത്തിയ താരമായിരുന്നു ചാർമിള. പിന്നീട് പല പ്രമുഖ താരങ്ങളിലെ നായികയായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി മാറിയ താരം. പെട്ടെന്നായിരുന്നു ചാർമിളയ്ക്ക് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞത്. മുഖ്യധാരാ സിനിമകളിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ട് കരിയറിന് ഫുൾ സ്റ്റോപ്പായി നിൽക്കുമ്പോഴായിരുന്നു മധുരം എന്ന ബി ഗ്രേഡ് ചിത്രത്തിൽ നായികയായി എത്തിയത്. കലാഭവൻ പ്രജോദ്. 2000 പുറത്തിറങ്ങിയ കാതര എന്ന ബി ഗ്രേഡ് ചിത്രത്തിൽ നായകനായി എത്തിയത് കലാഭവൻ പ്രജോദ് ആയിരുന്നു. മിമിക്രിയിലൂടെയും TV ഷോകളിലൂടെയും പ്രശസ്തിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് പ്രജോദ് അഭിനയിച്ച ചിത്രമായിരുന്നു കാതര. ചിത്രത്തിൽ ഷക്കീലയും അഭിനയിച്ചിരുന്നു. ഒരു ഹാസ്യ കഥാപാത്രമായി പ്രമുഖ താരം കൊച്ചുപ്രേമനും വേഷമിട്ടു. കൂട്ടിക്കൽ ജയചന്ദ്രൻ. ഷക്കീല നായികയായി എത്തിയ ചിത്രത്തിൽ തന്നെയായിരുന്നു കൂട്ടിക്കൽ ജയചന്ദ്രനും അഭിനയിച്ചത്. ചിരിക്കുടുക്ക, തിലകം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അവസരങ്ങൾ തേടിയെത്താതിരുന്നപ്പോഴായിരുന്നു താരം ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. സലിം കുമാർ. മറ്റ് പല മിമിക്രി താരങ്ങളെയും പോലെ തന്നെ പ്രശസ്തിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് സലിം കുമാറും ബി ഗ്രേഡ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 1998 പുറത്തിറങ്ങിയ ഷക്കീല ചിത്രമായ കിന്നാരത്തുമ്പികളിൽ സലിം കുമാറും ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അക്കാലത്ത് പുറത്തിറങ്ങിയ മുഖ്യധാര സിനിമകളുടെ കളക്ഷനെ വരെ ബാധിച്ച ചിത്രമായിരുന്നു കിന്നാരത്തുമ്പികൾ. സുരേഷ് ഗോപി. സിൽക്ക് സ്മിത നായികയായി 1989 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മിസ് പമീല. ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട റോളിൽ ഇന്നത്തെ സൂപ്പർ താരം സുരേഷ് ഗോപിയും അഭിനയിച്ചിരുന്നു. സുരേഷ് ഗോപി താരപദവിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് ചെയ്ത ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിൽ നായകനായി എത്തിയത് ഇന്നസെന്റ് ആയിരുന്നു. ക്യാപ്റ്റൻ രാജു ഉൾപ്പെടെ പല പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ. 1993 ഷാരൂഖ് ഖാൻ നായകനായെത്തിയ ബി ഗ്രേഡ് ചിത്രമായിരുന്നു മായ മേസാബ്. ഷാരൂഖ് പ്രശസ്തിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് ചെയ്ത ചിത്രമായിരുന്നു ഇത്. ഷാരൂഖും ദീപ സാഹിയും തമ്മിലുള്ള ചൂടൻ രംഗങ്ങൾ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ്. അമിതാഭ് ബച്ചൻ കരിയറിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ബൂം. അനേകം ചൂടൻ രംഗങ്ങളിലുള്ള ബൂമിൽ അഭിനയിച്ചതിന് അമിതാഭ് ഏറെ വിമർശനങ്ങൾക്ക് വിധേയനായി. ബൂം എന്ന ബി ഗ്രേഡ് ചിത്രത്തിലൂടെയാണ് കത്രീന ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് പ്രശസ്തിയിലേക്ക് ഉയർന്നപ്പോൾ താൻ ബൂമിൽ അഭിനയിച്ചത് തനിക്ക് പറ്റിയ പിഴവാണെന്നും കത്രീന പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബോളിവുഡിലെ ഏറ്റവും വിലയേറിയ താരങ്ങളിൽ ഒരാളാണ് കത്രീന കൈഫ്. അമല പോൾ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യയിലെ ഒന്നാം നിര നായികമാരുടെ പട്ടികയിൽ കയറിപ്പറ്റിയ താരമാണ് അമല പോൾ. നടി അമല പോളിന്റെ ആദ്യത്തെ ചിത്രവും ഒരു ബി ഗ്രേഡ് മൂവിയായിരുന്നു. സിന്ധു സമലവേലി എന്ന തമിഴ് ചിത്രത്തിലായിരുന്നു അമല പോൾ ആദ്യമായി അഭിനയിച്ചത്. അമ്മായച്ചനും മരുമകളും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തിന്റെ കഥ പറഞ്ഞ ചിത്രം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഉയിർ, മൃഗം എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ സ്വാമിയായിരുന്നു ഈ ചിത്രവും സംവിധാനം ചെയ്തത്. പത്മപ്രിയ.
നടി പത്മപ്രിയ ആരാധകരെ ഞെട്ടിച്ച ചിത്രമായിരുന്നു മൃഗം. തമിഴകത്തെ വിവാദ സംവിധായകൻ സ്വാമി തന്നെയായിരുന്നു ഈ ചിത്രവും സംവിധാനം ചെയ്തത്. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ സംവിധായകനുമായുണ്ടായ വാക്കുതർക്കങ്ങളും അന്ന് വാർത്തയായിരുന്നു. മലയാളത്തിൽ കൂടുതൽ ചിത്രങ്ങളിലും ഗ്ലാമറസ് അല്ലാത്ത വേഷങ്ങളിലെത്തിയ പത്മപ്രിയയുടെ ചൂടൻ രംഗങ്ങൾ ഞെട്ടലോടെയായിരുന്നു മലയാള സിനിമാ ലോകം നോക്കിക്കണ്ടത്. പരുൾ യാദവ്. കൃത്യം എന്ന പൃഥ്വിരാജ് ചിത്രത്തിലൂടെയാണ് പരുൾ യാദവ് മലയാള സിനിമയിലെത്തുന്നത്. പിന്നീട് സുരേഷ് ഗോപി നായകനായ ബ്ലാക്ക് ഡാലിയിലും അഭിനയിച്ചിരുന്നു. ഇവരെ കൂടാതെ ധനുഷ് ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ താരങ്ങളുടെ നായികയായി അഭിനയിച്ച് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് 2000 പുറത്തിറങ്ങിയ മേരെ ആഘോഷേൻ എന്ന ബി ഗ്രേഡ് ചിത്രത്തിലും പരുൾ അഭിനയിച്ചിരുന്നു. ഭീമൻ രഘു. 1988 പുറത്തിറങ്ങിയ ഭീകരൻ എന്ന ചിത്രത്തിൽ നായകൻ ഭീമൻ രഘു ആയിരുന്നു. ബി ഗ്രേഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയിരുന്നു. ശങ്കർ. 80കളിലെ സൂപ്പർ താരം ശങ്കർ ഒരു ബി ഗ്രേഡ് സിനിമയിൽ അഭിനയിക്കുന്നു എന്ന വാർത്ത ഞെട്ടലോടെയാണ് മലയാള ചലച്ചിത്ര ലോകം വരവേറ്റത്. 2000 പുറത്തിറങ്ങിയ മധുരം എന്ന ബി ഗ്രേഡ് ചിത്രത്തിൽ നായകനായിരുന്നു ശങ്കർ എത്തിയത്. ഒരുപാട് ചൂടൻ രംഗങ്ങൾ ചിത്രത്തിലുണ്ടെങ്കിലും ചിത്രത്തിലെ അത്തരം രംഗങ്ങളിൽ ശങ്കർ അഭിനയിച്ചിരുന്നില്ല. ചാർമിള. മോഹൻലാലിന്റെ നായികയായി വെള്ളിത്തിരയിലെത്തിയ താരമായിരുന്നു ചാർമിള. പിന്നീട് പല പ്രമുഖ താരങ്ങളിലെ നായികയായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി മാറിയ താരം. പെട്ടെന്നായിരുന്നു ചാർമിളയ്ക്ക് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞത്. മുഖ്യധാരാ സിനിമകളിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ട് കരിയറിന് ഫുൾ സ്റ്റോപ്പായി നിൽക്കുമ്പോഴായിരുന്നു മധുരം എന്ന ബി ഗ്രേഡ് ചിത്രത്തിൽ നായികയായി എത്തിയത്. കലാഭവൻ പ്രജോദ്. 2000 പുറത്തിറങ്ങിയ കാതര എന്ന ബി ഗ്രേഡ് ചിത്രത്തിൽ നായകനായി എത്തിയത് കലാഭവൻ പ്രജോദ് ആയിരുന്നു. മിമിക്രിയിലൂടെയും TV ഷോകളിലൂടെയും പ്രശസ്തിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് പ്രജോദ് അഭിനയിച്ച ചിത്രമായിരുന്നു കാതര. ചിത്രത്തിൽ ഷക്കീലയും അഭിനയിച്ചിരുന്നു. ഒരു ഹാസ്യ കഥാപാത്രമായി പ്രമുഖ താരം കൊച്ചുപ്രേമനും വേഷമിട്ടു. കൂട്ടിക്കൽ ജയചന്ദ്രൻ. ഷക്കീല നായികയായി എത്തിയ ചിത്രത്തിൽ തന്നെയായിരുന്നു കൂട്ടിക്കൽ ജയചന്ദ്രനും അഭിനയിച്ചത്. ചിരിക്കുടുക്ക, തിലകം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അവസരങ്ങൾ തേടിയെത്താതിരുന്നപ്പോഴായിരുന്നു താരം ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. സലിംകുമാർ. മറ്റ് പല മിമിക്രി താരങ്ങളെയും പോലെ തന്നെ പ്രശസ്തിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് സലിംകുമാറും ബി ഗ്രേഡ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 1998 പുറത്തിറങ്ങിയ ഷക്കീല ചിത്രമായ കിന്നാരത്തുമ്പികളിൽ സലിംകുമാറും ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അക്കാലത്ത് പുറത്തിറങ്ങിയ മുഖ്യധാര സിനിമകളിലെ കളക്ഷനെ വരെ ബാധിച്ച ചിത്രമായിരുന്നു കിന്നാരത്തുമ്പികൾ.